ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. മുഹമ്മദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ IPHൻ്റെ ഒരു പ്രതിനിധി എന്ന അർത്ഥത്തിൽ ആമുഖമായി ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്ത 3 പുസ്തകങ്ങളെക്കുറിച്ച് ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതിലാദ്യമായി ഇവിടെ പ്രകാശനം ചെയ്തത് ഈ വേദിയിലുള്ള VT അബ്ദുൽ മാലിക്. VT അബ്ദുൽ മാലിക് മലബാറിലൊക്കെ മുസ്ലിം നവോത്ഥാന രംഗത്ത് അറിയപ്പെട്ടിരുന്ന വെട്ടം അബ്ദുള്ള ഹാജി, മലപ്പുറം കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന വലിയ ഒരു പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരമകനാണ്. ഖുർആൻ്റെ കാലാതീതമായ കഥകളെ ഇല്ലസ്ട്രേഷനോടുകൂടി അവതരിപ്പിക്കുന്ന വളരെ കുട്ടികൾക്കൊക്കെ രസകരമായി എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന 30 സ്റ്റോറീസുകളാണ് അതിലുള്ളത്. കഥകളായിട്ട് ആദം നബിയുടെ കഥ മുതൽ അങ്ങനെ തുടർന്ന് എല്ലാ പ്രവാചകന്മാരിലൂടെയും ഖുർആനിലെ സംഭവങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള വളരെ വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ്. രണ്ടാമത്തെ ഒരു പുസ്തകം, അതിനെക്കുറിച്ചും മുഹമ്മദ് സാഹിബ് പറഞ്ഞു, ഖുർആൻ ഗൈഡ് ദ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്ക് ഖുർആൻ്റെ സന്ദേശം വളരെ സംക്ഷിപ്തമായിട്ട് ഖുർആൻ്റെ കാരുണ്യം, നീതി, സാർവലൗകികത, സമത്വം, ഇവിടെ സമകാലിക പ്രസക്തിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെ വളരെ സംക്ഷിപ്തമായിട്ട് ചെറുപ്പക്കാർക്ക് വളരെ ആദ്യമായി വായിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറയുന്നത് മലയാളത്തിലല്ല വായിക്കുന്നത്, ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്, അവർക്ക് കൈമാറാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. മൂന്നാമത്തെ പുസ്തകം കുറച്ച് ഗൗരവമുള്ളൊരു പുസ്തകമാണ്. അറബി കവി, ഇന്ത്യയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഷിയാബ് ഗാനിം എന്ന് പറയുന്ന അദ്ദേഹം ഖുർആൻ്റെ അൽ-ഫാത്തിഹ ഓരോ ഭാഗത്തെയും വ്യാഖ്യാനിക്കുന്ന വളരെ നല്ല മനോഹരമായ വ്യാഖ്യാനമാണ്. ഈ 3 പുസ്തകങ്ങളാണ് ഈ ഒരു സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് IPH ഇവിടെ പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചു. അർത്ഥത്തിൽ ഈ പുസ്തകം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കാവുന്ന ഒരു പുസ്തകമാണ്. അത്രയും ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഖുർആൻ്റെ സമകാലിക പ്രസക്തി, ആ പ്രസക്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ മനുഷ്യബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കണക്റ്റ എന്ന് പറയുന്ന എക്സിബിഷൻ ഒരു ഒട്ടപ്പാച്ചിൽ നടത്തിയപ്പോൾ എനിക്ക് മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള മനുഷ്യനും അതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള 3 ബന്ധങ്ങൾ അധിഷ്ഠിതമാണ്. അതിൻ്റെ വളരെ മനോഹരമായ ഒരു സംഗതിയാണ്. അപ്പോൾ അത് എല്ലാ കാലത്തെയും പ്രസക്തമായൊരു സംഗതിയാണ്. ഇപ്പോൾ ഖുർആൻ്റെ സമകാലിക പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, 1-2 വാക്കുകളിൽ പറഞ്ഞാൽ, ഖുർആൻ പറഞ്ഞ കുറേ വിജ്ഞാനങ്ങളെക്കുറിച്ചോ ശാസ്ത്രങ്ങളെക്കുറിച്ചോ ഒക്കെ പറയാൻ പോയാൽ ഒരുപാട് പറയാം. പക്ഷെ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്നത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു സംവാദ വിഷയമാണ്. ഖുർആൻ്റെ ശാസ്ത്രവും ഖുർആൻ്റെ മറ്റു പല വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പറയേണ്ട അത് നമുക്കിടയിൽ മുസ്ലിം സമുദായത്തിൽ വലിയ തർക്കമുള്ളൊരു വിഷയമാണ്, സംവാദ വിഷയമാണ്. അതേസമയത്ത് ഖുർആനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്നാണ്. ഈ ഖുർആൻ ഇറക്കിയത് ഞാനാണ്, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കും. ഇങ്ങനൊരു ഗ്രന്ഥം ലോകത്തില്ല. ലോകത്തൊരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ലോകം ഒരുപക്ഷെ ഖുർആനേക്കാൾ മുമ്പ് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇപ്പോഴും ആളുകൾ വായിക്കുന്നുണ്ട്. മഹാഭാരതം, രാമായണമൊക്കെ ഇപ്പോഴും ആളുകൾ വളരെ മനോഹരമായി വായിക്കുന്നുണ്ട്. എത്രയോ പതിപ്പുകൾ അതിനെക്കുറിച്ച് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇല്യാഡും അതുപോലത്തെ ഹോമറൊക്കെ ഇപ്പോഴും വായിക്കുന്നുണ്ട്. വായിക്കാതിരിക്കുന്നൊന്നുമില്ല. പക്ഷേ വായിക്കുമ്പോഴും അതിൽ നിന്ന് മനുഷ്യൻ എന്ത് നേടുന്നു, അതിൻ്റെ സാഹിത്യ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. ലോകസാഹിത്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരുപക്ഷെ ബൈബിളിനോളം ലോകസാഹിത്യത്തെ സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ബൈബിൾ അധിഷ്ഠിതമായിട്ട് ലോകസാഹിത്യത്തിൽ കഥകളായിട്ടും നോവലുകളായിട്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഥയുടെ ഒരു മഹാപ്രപഞ്ചമാണ് രാമായണവും മഹാഭാരതവും. മലയാളത്തിൽ തന്നെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട 3 പുസ്തകങ്ങൾ, MT വാസുദേവൻ നായരുടെ 2ാം മുഴവും അതുപോലെ തന്നെ PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, വളരെ മനോഹരമായി ഈ മഹാഭാരത സംഭവത്തെ പുനർവായിക്കുന്നൊരു സംഗതിയാണ്. ഇപ്പം ലോകസാഹിത്യത്തെ അത് പ്രചോദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇത് അള്ളാഹുവാണ്, ഞാനാണിത് ഇറക്കിയത്, അതിനെ ഞാൻ സംരക്ഷിക്കും. ആ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ആ സംരക്ഷണം 2 തരം സംരക്ഷണമുണ്ട്.
ഒന്ന് ഖുർആൻ എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ അള്ളാഹു ജിബ്രീൽ മുഖേന പ്രവാചകനെ ഇറക്കിക്കൊടുത്ത അതേ രൂപത്തിൽ, അതേ വാചകത്തിൽ, അതേ സ്വഭാവത്തിൽ സംരക്ഷിക്കുന്നു എന്നൊരു ഒരു സവിശേഷതയാണ്. ഇങ്ങനെയുള്ളൊരു സവിശേഷത ഈ പറയുന്ന ഞാനിവിടെ സൂചിപ്പിച്ച ഗ്രന്ഥങ്ങൾക്കൊന്നും ഉണ്ട് എന്ന് അതിൻ്റെ ആളുകൾക്ക് പോലും അവകാശമില്ല. പല ഘട്ടങ്ങളിൽ പലരും ചേർന്ന് അതിനൊക്കെ തന്നെ പലതരം മഹാഭാരതത്തിൽ തന്നെ പലതരം മഹാഭാരതങ്ങളുണ്ട്, പലതരം രാമായണങ്ങളുണ്ട്, ബൈബിൾ കഥകൾക്ക് തന്നെ പലതരം കഥകളുണ്ട്. പക്ഷേ അതൊക്കെ ആർക്ക് ഇറക്കി കൊടുത്തു, എങ്ങനെയാണത് എന്നൊന്നും യാതൊരുവിധ ഒരു സംഗതിയുമില്ല. പക്ഷെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണോ ഇറക്കിയത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇതിൻ്റെ സർവകാല പ്രസക്തി അല്ലെങ്കിൽ നിത്യപ്രസക്തി ഉണ്ടാവില്ല. അത് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നൊരു സമൂഹം എല്ലാ കാലത്തും ഉണ്ടാവും എന്നുള്ളതാണ്. ഇതും അള്ളാഹു ഉറപ്പ്. സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഏടുകളിൽ സംരക്ഷിക്കപ്പെടുക എന്നതല്ല. ഈ ഏടുകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാം, ഏടുകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷെ ഏടുകൾ നഷ്ടപ്പെട്ടു പോയാലും അത് മനസ്സുകളിലും ജീവിതത്തിലും ആവിഷ്കരിക്കുന്ന ഒരു തലമുറയുടെ നൈരന്തര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ അവകാശവാദമില്ല. കാരണം അതിൽ ചില ഗുണപാഠങ്ങളോ മനുഷ്യരെ ഒരുപാട് മൂല്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നും നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഈ സംഗതികൾ തന്നെ നമ്മൾ വായിച്ചാൽ ഒരുപാട് നന്മകളും മൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ അത് വായിച്ച് രസിക്കുക എന്നതിനപ്പുറം ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു സംഗതി, ആ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഖുർആനുമായി ബന്ധപ്പെട്ട് അതെന്താണ് ഖുർആൻ? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ ഇന്ന ആദൽ ഖുർആൻ യഹ്ദി ഇല്ലത്തി അഖ്വം. ഈ രണ്ട് സംഗതി, ഒന്ന് നേരായ മാർഗത്തിലൂടെ ഇതിനെ വഴി നടത്തും, അതുപോലെ തന്നെ മുത്തഖികൾക്ക് ഇത് മാർഗദർശനമാണ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കണം. മനുഷ്യ വിജ്ഞാനങ്ങളുടെ, മനുഷ്യൻ്റെ ശാസ്ത്രത്തിൻ്റെ വികാസത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കണം. കാരണം ശാസ്ത്രം പഠിക്കാനോ അല്ലെങ്കിൽ മാനവിക വിഷയങ്ങളും ശാസ്ത്രവും അതുപോലെ തന്നെ രാഷ്ട്രമീമാംസയും ഒക്കെ സോഷ്യൽ സയൻസൊക്കെ ഖുർആനിൽ പല ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയൊരു ഗ്രന്ഥമല്ല ഖുർആൻ. അല്ലെങ്കിൽ ഫിലോസഫി പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മാനവിക ശാസ്ത്രം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കാനോ ഇറങ്ങിയത് അല്ലത് ഖുർആൻ. ഈ വിജ്ഞാനങ്ങളൊക്കെ തന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും മനുഷ്യനെന്താണ് അല്ലമ ആദമൽ അസ്മാ, മനുഷ്യനെ അല്ലാഹു നാമങ്ങൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിജ്ഞാനത്തെ എങ്ങനെ ഈ വിജ്ഞാനങ്ങൾ നേടാം എന്ന വിവേചന ബോധം മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇത് വിശ്വാസി അവിശ്വാസി ഭേദമന്യേ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസി നൽകുന്ന വിജ്ഞാനം മാത്രമേ വിജ്ഞാനമാകൂ, അല്ലെങ്കിൽ അവിശ്വാസിയുടെ ശാസ്ത്രമൊന്നും ശാസ്ത്രമല്ല എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ശാസ്ത്രമൊക്കെ വികസിക്കുമ്പോഴും ഈ വിജ്ഞാനങ്ങളൊക്കെ വികസിക്കുമ്പോഴും ആ വിജ്ഞാനങ്ങൾക്കും അതിന് ഒരു മൂല്യം, ഒരു ദിശാബോധം നൽകണം. അങ്ങനെ ആലോചിക്കുമ്പോൾ ലോകത്ത് വിജ്ഞാനങ്ങളുടെ വികാസ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 3 തലത്തിലാണ് അത് മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ അത് സാമ്പത്തിക ദർശനമാകട്ടെ, അവൻ്റെ രാഷ്ട്രീയമാകട്ടെ, അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രമാകട്ടെ, ഭൗതിക ശാസ്ത്രമാകട്ടെ, ഇതൊക്കെ തന്നെയും 3 തലത്തിൽ 3 അടിത്തറകൾ, 3 ഫിലോസഫി വർക്ക് ചെയ്താണ് ഇതിന് പിന്നിൽ. അതിൽ ഒന്നാമത്തെ ഫിലോസഫി എന്ന് പറയുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കും എന്നുള്ളതാണ്. മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിജ്ഞാനങ്ങളുടെയും സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കും, മനുഷ്യൻ്റെ ചിന്തയായിരിക്കും. ആ ചിന്തയിൽ നിന്ന് അവൻ പലരെയും വ്യാഖ്യാനിക്കും. അവൻ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കും, അതുപോലെ തന്നെ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കും, മനുഷ്യ ജീവിതത്തെ വ്യാഖ്യാനിക്കും. ഈ വ്യാഖ്യാനം ഒക്കെ തന്നെയും മനുഷ്യൻ്റെ ഇച്ഛകളായിരിക്കും അതിനെ ആത്യന്തികമായി അതിനെ നിർണ്ണയിക്കുക. അപ്പം നമ്മൾ മനുഷ്യവിജ്ഞാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഗ്രീക്ക് ഫിലോസഫി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയൊക്കെ അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെയൊക്കെ വളർച്ചയിൽ വളരെ പങ്കുവഹിച്ചൊരു സംഗതിയാണ് ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ സോക്രട്ടീസ് പറയുന്ന കുറേ മനുഷ്യരുണ്ട്.
അവരൊക്കെ ചിന്തിച്ചത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാത്തിനും വ്യാഖ്യാനിച്ചു, പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ചു, ദൈവത്തെ പോലെ അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. പക്ഷെ വ്യാഖ്യാനിക്കുമ്പോൾ ആത്യന്തികമായി അത് എത്തിച്ചേരുക മനുഷ്യൻ്റെ ഇച്ഛയിലായിരിക്കും. അപ്പോൾ ആ ഇച്ഛയിൽ രൂപപ്പെട്ട ശാസ്ത്രവും ആ ഇച്ഛയിൽ രൂപപ്പെട്ട സാങ്കേതിക വിദ്യയും ഒരേ സമയം മനുഷ്യന് പ്രയോജനമാകുകയും അതേ സമയത്ത് തന്നെ മനുഷ്യനെ അത് നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അത് നമുക്ക് വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്ട് നടന്ന SIOൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രദർശനം ഉണ്ടായിരുന്നു. അതിൽ ഈ സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും രണ്ട് തലങ്ങളെയും അതിൻ്റെ മനുഷ്യപക്ഷത്തു നിന്നുള്ളൂ അതേസമയത്ത് മനുഷ്യവിരുദ്ധമായ അതിൻ്റെ ആവിഷ്കാരങ്ങൾ ഇന്ന് ഏറ്റവും ശാസ്ത്രത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളുകൾ ആ ശാസ്ത്രത്തെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വിശദീകരിക്കാതെ നമുക്കറിയാം. അവരുടെ മൂല്യബോധം എന്താണ് എന്നറിയാം. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന എപ്പിസ്റ്റൺ ഫയലുകൾ അത് വായിച്ചാൽ തന്നെ ഈ മൂല്യബോധത്തിൻ്റെ അടിത്തറ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഒരു സംഗതി. മറ്റൊന്ന് ബഹുദൈവത്വപരമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനം ബഹുദൈവത്വപരമായിരിക്കും. എന്നാൽ ദൈവം എന്ന് പറയും ഒന്നല്ല പലതായിരിക്കും എന്ന കാഴ്ചപ്പാട് ഇന്ത്യയിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് വേറെ ആലോചിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ബഹുദൈവത്വ ഞാൻ പറയാം, ഇന്ത്യ ആയിരിക്കും യഥാർത്ഥത്തിൽ ബഹുദൈവത്വം ശരിക്ക് കണ്ടുപിടിച്ച നാട് ഇന്ത്യ ആയിരിക്കും എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഇന്ത്യയിലെ ഷിർക്കിൻ്റെ അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഷിർക്ക് കണ്ടുപിടിച്ച നാട് യഥാർത്ഥത്തിൽ ഇന്ത്യ ആയിരിക്കും. പക്ഷേ സയ്യിദ് അബുൽ ആല മൗദൂദി അതിനെക്കുറിച്ച് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ ബഹുദൈവത്വ ജാഹിലിയത്ത്, അദ്ദേഹം ബഹുദൈവത്വ ജാഹിലിയത്ത് എന്നാണ് പറഞ്ഞത്. മറ്റേതിന് അദ്ദേഹം പറഞ്ഞു ഭൗതിക ജാഹിലിയത്ത് എന്ന് പറഞ്ഞ്. ഈ ബഹുദൈവത്വ ജാഹിലിയത്തിൻ്റെ ഒരു പ്രശ്നം, അതിന് അടിസ്ഥാനപരമായി മനുഷ്യ നാഗരികതയെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയില്ല. മനുഷ്യ നാഗരികതയെ നയിക്കാൻ അപ്പോൾ അത് പലപ്പോഴും ഈ ഭൗതിക ജാഹിലിയത്തുമായി കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെയും അടിസ്ഥാനം എന്തായിരിക്കും? പരോക്ഷമായി മനുഷ്യൻ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അറേബ്യയിലെ ഷിർക്ക് പരിശോധിച്ചാൽ അറേബ്യയിലെ ഷിർക്ക് എന്താ? ഓരോ ഗോത്രങ്ങൾക്കും ഓരോരോ ദൈവങ്ങളാണ്. ആ ഗോത്രത്തിൻ്റെ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥത്തിൽ ആ ഗോത്രങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അർത്ഥത്തിൽ വിജ്ഞാനത്തെ, അതുപോലെ തന്നെ ശാസ്ത്രമാകട്ടെ, സാങ്കേതിക വിദ്യയാകട്ടെ, സാമൂഹ്യ ശാസ്ത്രമാകട്ടെ, അതിനൊക്കെ നിർണ്ണയിക്കുന്ന ഒരു മൂല്യബോധമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത് എന്നാണ്. ആ മൂല്യബോധമാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലാഫിദൂൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. ആ മൂല്യബോധം എത്ര ശാസ്ത്രം വികസിച്ചാലും എത്ര സാങ്കേതിക വിദ്യ വികസിച്ചാലും അത് മനുഷ്യന് ആവശ്യമാണ്. അല്ലെങ്കിൽ അത് വഴിതെറ്റിയതാണ് ഇന്നത്തെ നാഗരികതയുടെ, ഈ രണ്ട് നാഗരികതയുടെയും പ്രശ്നം. ആ അർത്ഥത്തിൽ മനുഷ്യ കേന്ദ്രീകൃതമല്ലാത്ത ദൈവകേന്ദ്രീകൃതമായ ഒരു നാഗരികതയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതാണ് അതിൻ്റെ സർവകാല പ്രസക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.